ഏത് കാലഘട്ടത്തിലാണ് പടച്ചവനെ കൈയിട്ട് വാരാൻ എവിടെ നിന്ന് വാരാൻ പറ്റുമോ അവിടെ നിന്ന് വാരുന്ന മനുഷ്യരുടെ കാലമാ. അത് പാലത്തിലാണെങ്കിലും പറമ്പിൽ നിൽക്കുന്ന മരത്തിലാണെങ്കിലും പടച്ചവനെ ഓണക്കിറ്റിനകത്താണെങ്കിലും അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്ന പാവപ്പെട്ടവന് കൊടുക്കുന്ന കിറ്റിന്റെ അകത്താണെങ്കിലും അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന് നടത്തുന്ന പിരിവിന്റെ പേരിലാണെങ്കിലും എവിടെ നിന്ന് വാരാൻ കിട്ടിയാലും പടച്ചവനെ രാഷ്ട്രീയം മറന്നുകൊണ്ട് എവിടെ നിന്ന് വാരാൻ പറ്റുമോ അവിടൊക്കെ നിന്ന് പിച്ചച്ചട്ടിയിൽ നിന്ന് കൈകെട്ട് വാരുന്ന മനുഷ്യരുടെ കാലമാ. പാവപ്പെട്ടവനെ പിടിഞ്ഞു തിന്നുന്ന ഭരണാധികാരികളുടെ കാലത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകനീ ചരിത്രം പറയുന്നത്. എന്നിട്ട് പറയുന്ന സ്വഹാബാ, സത്യസന്ധത ജീവിതത്തിൽ മുറുകെ പിടിച്ചോ. അതാ വളഞ്ഞ വടിയിലൂടെയുള്ള സമ്പാദ്യം വാഴൂല, അതുകൊണ്ട് നേട്ടമില്ല. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കി കിട്ടുന്ന പണത്തില് ബർക്കത്തുള്ളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്നതിലേ ബർക്കത്ത് ഉണ്ടാകത്തുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഉണ്ടാക്കിയ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചത്, അതാ പണ്ടൊരു കള്ളം പറഞ്ഞു, ഒരു രാത്രി മുറുക്കൻ സ്ഥാനം അറിയോ? ഒരു കഥ വായിച്ചപ്പോൾ ഒരാള് ഒരു കള്ളനോട് ഇങ്ങനെ മോഷണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയാ, നിനക്ക് വല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൂടെടാന്ന് ചോദിച്ചപ്പോ കള്ളം പറയാ, നിങ്ങൾക്കറിയോ രാത്രി ഉറക്കം ഒഴിഞ്ഞ് ഒരു വീടിന്റെ ഇരുമ്പ് കമ്പി വളയ്ക്കാന്ന് വെച്ചാൽ എന്ത് കഷ്ടപ്പാടാ. ഓനും കഷ്ടപ്പെട്ടില്ലേ ഉണ്ടാക്കണേ. നമ്മളും കഷ്ടപ്പെട്ട് തന്നെ ഗൾഫിൽ പോയിട്ട് അറബി എത്തിങ്ങാനേലാക്കിയിട്ട് വരും, അത്ര തന്നെ. മുതലാളി നമ്മൾ ക്യാസറാണെന്ന് പറഞ്ഞിരുത്തും, പഠിച്ചവനെ അവന്റെ കച്ചവടത്തിൽ എത്തിങ്ങാനെയാക്കി മൊത്തവും കൊണ്ടുപോകും. അവൻ പാവപ്പെട്ടവൻ. അതും ഒരു കഷ്ടപ്പാട്. ഇത് അടിച്ചുമാറ്റലെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? ആണോ? എന്താ കഷ്ടപ്പാടാന്നറിയോ? ചിരിക്കണില്ലേ? അന്യവന്റെ പറമ്പിൽ നിന്ന് തേങ്ങ മൂട്ടിച്ചതും മാങ്ങ മൂട്ടിച്ചതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു അലം. പടച്ചോൻ നമുക്ക് നമ്മുടെ ഭക്ഷണവും നമ്മുടെ സമ്പത്തും അല്ലാഹു ഹലാലാക്കി തരുമാറാകട്ടെ. ഹലാലായത് ഭക്ഷിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കേൾക്കേണ്ട ചരിത്രമാണ്, ഞാനും നിങ്ങളും പഠിക്കേണ്ട ചരിത്രമാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മുത്തുനബി പറഞ്ഞു കൊടുക്കുന്നു, മുമ്പ് കാലത്തൊരാള്, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് തലയിൽ എണ്ണ തേച്ചു മിനുക്കി വസ്ത്രം ധരിച്ച് അഹങ്കാരത്തോടുകൂടി നടക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, ഇന്നത്തെ ജനങ്ങളെ കേൾക്കാനാണ്, ഇന്നത്തെ മനുഷ്യരെ കേൾക്കാനാണ്. പ്രവാചകൻ എവിടെന്ന് പറയുന്ന തലയിൽ എണ്ണ തേച്ചിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് ഭൂമിയുടെ മുകളിലൂടെ ആ മനുഷ്യൻ ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി നടക്കുകയാണ്. ആ സമയം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അദ്ദേഹത്തെ ഭൂമിയിലേക്ക് താഴ്ത്തുകയാണ്. അഹങ്കാരിയെ പോലെ എണ്ണ തേച്ച് നല്ല വസ്ത്രം ധരിച്ചിട്ട് നെഞ്ചും വിരിച്ചു ഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ആ മനുഷ്യനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ലാ തംശീ ഫിൽ അർളി മർഹാ, ഭൂമിയുടെ മുകളിലൂടെ താഴ്മയുള്ളവരെ പോലെ നടക്കണമെന്നാണ്. അത് നല്ലവരുടെ അടയാളമാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ അല്ലാഹുവിന്റെ അടിമകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഇബാദുർ
ഇബാദുർ റഹ്മാൻ. അല്ലാഹു ചില അടിമകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ആ അടിമകൾ ആരെന്നറിയുമോ? ഭൂമിയുടെ മുകളിലൂടെ വളരെ വിനയത്തോടെ താഴ്മയോടുകൂടി നടക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നടക്കാതെ അഹങ്കാരിയെ പോലെ ദുനിയാവിന്റെ ഭൂമിയുടെ മുകളിലൂടെ നടന്നു പോയ ഒരു മനുഷ്യനുണ്ടല്ലോ. അവന്റെ തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്, അവൻ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുകയാണ്, അള്ളാഹുവിന്റെ ഈ ലോകത്തുള്ള ശിക്ഷ നടപടികളിൽ ഒന്നാണ് ഭൂമിയിൽ ആഴ്ത്തിക്കളയുക. അള്ളാഹുവിന്റെ ശിക്ഷകളിൽ പെട്ടതാണ് ഭൂമി വിഴുങ്ങുക. ഒരു മനുഷ്യനെ ഭൂമി വിഴുങ്ങുക, ഇത് അള്ളാഹുവിന്റെ ശിക്ഷകളിൽ പെട്ടതാണ്. കാരണം അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഫകുല്ലന അഖദിനാ ബിദൻബി ഫമിൻഹും മൻ അർസല അലൈഹി ഹാസിബാ വമിൻഹും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, മതിമറന്നുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരികളെ പോലെ ധിക്കാരിയെ പോലെ ദുനിയാവിന്റെ ഭൂമിയുടെ മുകളിലൂടെ സർവ്വതും തന്റെ കാൽ കീഴിലാണെന്നുള്ള ചിന്തയുണ്ടല്ലോ. ചിലരൊക്കെ റോഡിലൂടെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പള്ളിയിൽ വരുമ്പോഴും ചിലരുടെ നടത്തം കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ അധിപൻ അവനാണെന്നുള്ള ചിന്തയാണ്. അവന്റെ വസ്ത്രവും അവന്റെ നടത്തവും അവന്റെ നെഞ്ചുവിരിപ്പും പടച്ചവനെ ഓരോ കാൽച്ചുവടും എടുത്തും നടക്കുന്നത് കണ്ട സർവ്വതും അവന്റെ കാൽ കീഴിലാണെന്നുള്ള ചിന്തയാ. എങ്കിലങ്ങനെ നടക്കുന്ന മനുഷ്യ അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയുണ്ടടാ. അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. ഇതുപോലെ നടന്ന ഒരു മനുഷ്യനെയാണ് ഭൂമി അങ്ങ് വിഴുങ്ങിക്കളഞ്ഞത്, ഭൂമിയിൽ അള്ളാഹു താഴ്ത്തിക്കളഞ്ഞത് എന്ന് മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, ഇങ്ങനെ നടക്കുന്ന മനുഷ്യ നീ വല്ലാതെ പേടിക്കണം, നീ വല്ലാതെ സൂക്ഷിക്കണം. അഹങ്കാരം അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. അഹങ്കാരികളെ അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, പണമുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവർ, ഞാനാണ് ഏറ്റവും വലിയ പണക്കാരൻ, കോടികൾ ആസ്തികരിക്കണ്ടടാ. എടാ, ഈ നാട് മുഴുവനും വാങ്ങാറുള്ള പണം എന്റെ കയ്യിലുണ്ടടാ. പായിപ്പാടിലെ ഏറ്റവും വലിയ സമ്പന്നം ഞാനാട്, ഏറ്റവും വലിയ കൊട്ടാരം എന്റെ നാട്, ഏറ്റവും വിലപിടിപ്പുള്ള വാഹനങ്ങൾ എടുക്കുന്നത് എന്റെ വീടിന്റെ മുറ്റത്താട്. ഈ നാട് മുഴുവനും വാങ്ങാൻ എനിക്ക് പണമുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യ, അങ്ങനെ നടക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവർ. ഈ അഹങ്കാരം എന്തിനാടാ? പടച്ചവനെ നാട്ടുകാരെ കാണുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ എന്നിട്ടിങ്ങനെ നടക്കുന്നവനെ കുറിച്ച് അല്ല പറഞ്ഞത് എന്തെന്നറിയോ? ഒന്നുമല്ലടാ, ലോകത്തൊരു സമ്പന്നനുണ്ടായിരുന്നു, അതിനെക്കാളും വലിയ പണക്കാരൻ. അവന്റെ കാൽച്ചുവട്ടിൽ കെട്ടാ നിനക്കൊന്നും പണമില്ലടാ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ പണം എടുത്തു നോക്ക്. അവനാണെങ്കിൽ അവനാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാണെന്ന്. ഒന്നാം സ്ഥാനത്ത് ഞാനാണെന്ന് പറയുന്ന പണക്കാരനുണ്ടല്ലോ, അവനൊന്നുമല്ല പണക്കാരൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു പണക്കാരനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഒരു പണക്കാരൻ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഖാറൂൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവന്റെയൊക്കെ സമ്പത്തിന്റെ 1/4 പോലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്റെ കയ്യിലുണ്ടാകില്ല. അങ്ങനെ പണത്തിന്റെ പേരിൽ അഹങ്കരിച്ച് നടന്ന ഒരുത്തര് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? ഫഖസഫിനാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫിഅതി യൻസുറൂർ. മൂസാ നബി അവനെ കാണുമ്പോ പറയുമായിരുന്നു, ഖാറൂനേ, ഈ പണമൊക്കെ നീ ഉണ്ടാക്കിയത് കുറച്ചൊക്കെ പാവങ്ങൾക്ക് കൊടുക്കടാ. നീ പാവങ്ങളെ സഹായിക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്ക്. ആ സമയത്ത് മൂസാ നബിയോട് ഖാറൂൻ പറഞ്ഞു, മൂസാ, ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ, ഞാൻ
കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. മൂസാ നബിക്ക് കാറൂനിനെ പരിചയമുണ്ടായിരുന്നു. മൂസാ നബി എപ്പോഴും കാറൂനിനോട് പറയും, എടാ ഇത്രയും പണം അല്ലാഹു നിനക്ക് നൽകിയല്ലോ, പാവങ്ങൾക്ക് കൊടുത്തുകൂടെ, യതീമീങ്ങൾക്ക് കൊടുത്തുകൂടെ? പടച്ചവനെ കൊടുക്കാറില്ലല്ലോ. എത്ര കോടി കയ്യിലുണ്ടെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞ് കൊടുക്കാൻ മനസ്സില്ലാത്ത കോടീശ്വരന്മാരെ, ഞാനാണ് പണക്കാരൻ എന്ന് പറഞ്ഞ് നെളിഞ്ഞ് നടക്കുന്നവര്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. ആ സമ്പന്നനായ കാറൂനിനെയും അവന്റെ സർവസമ്പാദ്യത്തിനെയും ഭൂമി വിഴുങ്ങിക്കളഞ്ഞെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരുണ്ട്. ഏറ്റവും വലിയ സമ്പാദ്യം എനിക്കുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവൻ. ആ കാറൂനിന്റെ പൈസ ഉണ്ടല്ലോ, അവന്റെ ചരിത്രം പറയുന്നത്, ആ കാറൂനിന്റെ പൈസ വെച്ചിരിക്കുന്ന ലോക്കറിന്റെ താക്കോല് ചുമക്കാൻ തന്നെ എത്രയോ ഒട്ടകങ്ങൾ വേണമായിരുന്നു എന്നാ. അവന്റെ ലോക്കറിന്റെ താക്കോല് ചുമക്കാൻ തന്നെ എത്രയോ ഒട്ടകങ്ങൾ, 40ഓളം എന്നൊക്കെ പറയാ, 40 എത്രയോ ഒട്ടകങ്ങൾക്ക് ചുമക്കാനുണ്ട് അവന്റെ താക്കോല് മാത്രം. അപ്പൊ അവന്റെ സമ്പാദ്യം ഇത്ര ആയിരിക്കും. എന്നിട്ടാണ് അവന്റെ രോമത്തിന്റെ വിലയില്ലാത്തവരൊക്കെ ഇന്ന് പണത്തിന്റെ പേര് നെളിഞ്ഞിന്റെ അടക്ക. പണത്തിന്റെ പേരിൽ അഹങ്കരിച്ചാൽ ഈ ഭൂമി വിഴുങ്ങാന്ന് പറഞ്ഞാലേ അതങ്ങനെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പടച്ച അഹങ്കാരത്തിന്റെ അഹങ്കാരം അല്ലേ കിടക്കുന്ന അഹങ്കാരത്തിന്റെ അടയാളം ഒരിക്കൽ പറഞ്ഞായിരുന്നില്ല. എന്താപ്പ അഹങ്കാരത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞില്ലേ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ മനുഷ്യന്മാരെ. അഹങ്കാരത്തിന്റെ ഒരു അടയാളം ഞാൻ പറഞ്ഞില്ലേ? എന്താ? ഓണസദ്യ വെച്ച് നാട്ടുകാർക്ക് കൊടുക്കാല്ലേ? അഹങ്കാരത്തിന് ഒരു അടയാളം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞെന്ന്? നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്ക. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.